അതിൻ്റെ വണ്ടി വാടക ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നാടാ മുളക് പറിക്കാൻ പാറുനി പണ്ടൊരു പരിപാടി പച്ചമുളക് കടിച്ചു കൂട്ടാൻ നമ്മൾ 250 കടിക്കും മാറ്റി വയ്ക്കുക. ആ അപ്പോൾ ഞങ്ങൾ ഉച്ച ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. ചോറെടുത്തു, ഗ്രീൻ പീസ് കറി എടുത്തു, പിന്നെ പതിവ് പോലെ മത്തയിലത്തോരനിട്ടു. എനിക്ക് ഒരെണ്ണം തന്നോളൂ കേട്ടോ പാറു. ഞാനിന്ന് ചട്നിക്ക് അരച്ചപ്പോൾ പരമാവധി നോക്കിയെടുത്താൽ ഞെട്ടിയോട് കൂടി വേണം. അതേ പിടിച്ചു വേണം കഴിച്ചു. ഞാനിത് എണ്ണയിൽ ചരിച്ച് കഴിക്കാം. നീ ഇവിടെ നോക്കി സ്ഥലം ഉണ്ടാക്കി അമ്പിയുടെ മുഖം ആളില്ലേ. ഓ കൈ പൊള്ളി. ഉറങ്ങുന്ന കുറച്ച് വേട്ട പോലെ തോന്നി. ഇന്ന് രാവിലെ ഞാൻ വാതിൽ തുറന്നപ്പോൾ സൂര്യഭഗവാൻ ഇങ്ങനെ കത്തിജ്വലിച്ച് ഉയർന്നു വരിക. ഇന്നത്തെ പോലെ തന്നെ ഇന്ന് നല്ല ദിവസമാണല്ലോ ദൈവമേന്ന് വിചാരിച്ച് അകത്ത് കയറി ഒരു 5 മിനിറ്റ് കഴിഞ്ഞില്ല, അപ്പോഴത്തേക്ക് കോട കയറി വന്നു. പെരുത്ത മഴ. എല്ലാവരും കഴിച്ചോ? പാറുടെ പരിപാടി നിൽക്കാൻ തരുന്നു. ഇതിൻ്റെ ഞെട്ടി പിടിച്ചിട്ടുണ്ട് കടിച്ച് വെച്ചിട്ട്. പക്ഷെ പാറു അത് അടത്തി കളഞ്ഞിട്ടാണ്. ഇത് കഷ്ടപ്പാടാവും. കഴിച്ചോ എല്ലാവരും? കഴിക്കാനായിട്ട് നേരം വൈകിട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുറങ്ങിയില്ല. കുഞ്ഞുറങ്ങാണ്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. പാറുനും ചോറ് വിളമ്പിച്ചിരിക്കുക. കുഞ്ഞിൻ്റെ ഒരു സൗണ്ട് കേട്ടു. ഇപ്പോൾ ഒന്ന് ഉറക്കി കിടത്തിയിട്ടാണ് പാറു എഴുന്നേറ്റ് പോകുന്നത്. പക്ഷേ ഉറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. പോയി നോക്കാം കേട്ടോ. പൊത്തിപ്പിടിച്ച് കിടക്കണ്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട്. എന്നാലേ ചോറുണ്ണാൻ പറ്റുള്ളൂ. വിളമ്പി ഇപ്പോൾ പാത്രത്തിൻ്റെ സൗണ്ട് കേട്ടിട്ടാണ് എന്താണോ ഉറക്കം തുടങ്ങി. ഞാൻ എന്തായാലും കഴിക്കാൻ പോവാം. എനിക്ക് നല്ല വിശപ്പുണ്ട്. പിന്നെ കേട്ടോ, ഞങ്ങൾ ഊണൊക്കെ കഴിഞ്ഞിട്ടിങ്ങനെ എല്ലാവരും കൂടി ഇറങ്ങി തിന്നാതിരിക്കുകയാണ് കേട്ടോ. ആ ഹലോ ഗൈസ്. ഇന്ന് എന്തിനാ പടക്കം പൊട്ടിക്കണേ? എല്ലാവരും സബ് ചെയ്യണം.
ഇവിടെ രണ്ടുപേരുണ്ട്. ഇവിടെ ഹൈലൈറ്റ് മാളൊക്കെ ഉണ്ട്. ആ മോൻ ഹൈലൈറ്റ് മാളിൽ പോകണ്ടോ? അപ്പം നിങ്ങളെല്ലാവരെയും ഓംകാർ ഹൈലൈറ്റ് മാളിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഹായ്. അപ്പം അമ്മ വീഡിയോ കട്ട് ചെയ്യണം കേട്ടോ. ആ പിന്നെ കാണാം.